അടുത്തതായി കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി ഹനീഫ് കായക്കൊടി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രസംഗിക്കുക, സംസാരിക്കുക എന്നതിനേക്കാൾ അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വഴികാട്ടിയായി, കാരുണ്യമായി, ശാന്തിയായി, സമാധാനമായി, വെളിച്ചമായി ഒക്കെ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം ഒന്നിച്ചിരിക്കുക എന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതലായി എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി സന്ദേശങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഖുർആൻ നമ്മിൽ വരുത്തേണ്ട ഒട്ടേറെ മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴായി പലരിലൂടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ സമകാലിക സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാന്തരായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ മനസ്സിൽ ശാന്തി ഉണ്ടാക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയാണ്. വ്യക്തി എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ, ഈ സമൂഹത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരെന്ന നിലയിൽ നമ്മളുടെ ഓരോ മനസ്സും അസ്വസ്ഥരാവാതിരിക്കാൻ, അശാന്തിയുടെ വക്താക്കളായി നാം മാറാതിരിക്കാൻ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്തബ്ധരായി നിൽക്കുന്ന ആളുകളായി നാം മാറാതിരിക്കാൻ തീർച്ചയായും വിശുദ്ധ ഖുർആൻ നമ്മെ സഹായിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ, ആ അസ്വസ്ഥതകൾ പരിഹരിക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടോ, ലഹരിയായാലും മറ്റ് ജീർണതകളായാലും തിന്മകളായാലും സംഘർഷങ്ങളായും കലാപങ്ങളായാലും ആ സന്ദർഭങ്ങളിൽ മുഴുവൻ സർവ്വലോക രക്ഷിതാവായ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടത്, നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചവർ ആരുടെയെങ്കിലും ഭീഷണികൾക്ക് മുമ്പിൽ, ഏതെങ്കിലും തരത്തിലുള്ള പകവീട്ടലുകൾക്ക് മുമ്പിൽ, ഏതെങ്കിലും തരത്തിൽ പാതിരാത്രികളിൽ ചുട്ടെടുക്കപ്പെടുന്ന നിയമനിർമ്മാണങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, ആ റബ്ബിലാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ബഹുദൈവ വിശ്വാസികളായ ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ സർവായുധ സജ്ജരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കുക. അവർ നിങ്ങൾക്കെതിരെ യുദ്ധത്തിനാണ് വരുന്നത്, അവരുടെ അരികിൽ ആയുധങ്ങളുണ്ട്, അവർ നിങ്ങൾക്കെതിരെ പടയൊരുക്കം നടത്തുകയാണ്, നിങ്ങൾ അവരെ പേടിക്കുക എന്ന് പറഞ്ഞപ്പോ അല്പം പോലും ഭയപ്പെടാതെ ഫസാദഹും ഈമാന, അവരുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ വഖാലു, എന്നിട്ടവർ പറയുന്നതോ ഹസ്ബുനല്ലാഹ്,
ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ എതിരാളികൾ, ശത്രുക്കൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി സർവായുധ സജ്ജരായി നിങ്ങളുടെ കഴുത്തറുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറയാൻ കഴിയുന്ന വിശ്വാസികളെക്കാൾ കരുത്തുറ്റ വിശ്വാസികൾ ആരാണ്? ആ കരുത്താണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ സ്ഥൈര്യമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത് നേടിയെടുക്കുന്ന ആളുകളായി ആ സ്ഥൈര്യവും ആ സ്വസ്ഥതയും ആ ശാന്തിയും കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഇസ്ലാമിന്റെ, ഖുർആനിന്റെ വെളിച്ചങ്ങളായി മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് SLRCക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.